ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിൽ കുക്കറിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, ലഞ്ച് ബോക്സിലേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടൊമാറ്റോ റൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറി മസാലകൾ ചേർത്ത് കൊടുക്കണം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ്, കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുളക് നടുക്ക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി 2 എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട്. അതേപോലെ തന്നെ ക്യാരറ്റും കൂടി നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പച്ചമണമൊക്കെ വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ഉപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി 2 തക്കാളി നന്നായിട്ട് തന്നെ മിക്സിയിൽ അടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ പച്ചമണം എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. ഞാൻ 2 കപ്പ് അരിയാണ് നന്നായിട്ട് കഴുകിയിട്ട് വാറ്റ വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിലേക്കൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം നമ്മളിതിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കർ മൂടി വെച്ചിട്ട് വിസിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വിസിലൊക്കെ പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ടെക്സ്ചറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പണിയും കൂടിയുണ്ട്. നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് ഇത് ആ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടോടെ തന്നെ വിളമ്പാം. ഒരു സാലഡോ അച്ചാറോ കൂടെ ഉണ്ടെങ്കിൽ സുഭിക്ഷായി. ഒറ്റത്തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ ഇടയ്ക്ക് ഞാനിത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവാറുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് സാലഡും കുറച്ച് അച്ചാറും കൂടി കൂട്ടി കുഴച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ സാറേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.